ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എക്സിസ്റ്റിംഗ് സബ്സ്ക്രൈബർ ആണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ട്രേഡേഴ്സിനായിട്ട് ഫ്രണ്ട് സർക്കിളുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. ഇന്ന് 2023 മെയ് 3 ബുധനാഴ്ച US ബാങ്കുകൾ പടപട പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ മാർക്കറ്റിനെയും ഒരു പരിധിവരെ ബാധിക്കും എന്ന ഒരു ഭയം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. സാധാരണയായി കണ്ടുവരാറുള്ളത് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതാണ്. US എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റ്, അതായത് വിദേശികൾ രാവിലെ തന്നെ അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിലൂടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാവുമെങ്കിലും അവിടുന്ന്, അതായത് കഴിഞ്ഞ ഒരു തവണ US 3% ഒരു ഡൗൺഫോൾ ഉണ്ടായപ്പോൾ നമ്മൾ ഒരു 300 പോയിന്റ് ബാങ്ക് നിഫ്റ്റി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയിട്ട് 1100 പോയിന്റ് റാലി ഉണ്ടായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. വിദേശത്ത് എവിടെ എന്ത് സംഭവിച്ചാലും വിദേശികളുടെ നിക്ഷേപം പിൻവലിക്കുന്നതിലൂടെ നമ്മൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് അത് കഴിഞ്ഞിട്ട് നല്ലൊരു റിക്കവറി സാധാരണയായി കണ്ടുവരാറുണ്ട്. സോ US ഇപ്പം ബാങ്കുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല ഇഷ്യൂസും ഉണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടി അങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് മാർക്കറ്റിൽ വളരെയധികം കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് കിട്ടുന്നത്. അത് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇൻട്രാഡേ ട്രേഡിങ്, നമ്മളെപ്പോലെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോകാം നമുക്ക്. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,147 നിന്നും 34 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 18,113 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ 18,116 ഡേ ലോ 18,042 വന്നത് വഴി 73 പോയിന്റിനെ മാത്രം, അഥവാ 0.41% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,113 നിന്നും 23 പോയിന്റ് വീണ്ടും നഷ്ടപ്പെടുത്തിക്കൊണ്ട് 18,089 നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 18,000 എന്ന ലെവല് നിഫ്റ്റി കട്ട് ചെയ്തിട്ടില്ല, താഴോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പേടിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴില്ല, ഈ ദിവസം ഇല്ല. എന്നാലും ഇന്നലെ അവസാനിച്ച 18,147 ഇന്ന് അവസാനിച്ച 18,089 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നലെ അവസാനിച്ച സ്ഥലത്ത് നിന്നും 58 പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റി വരുത്തി വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സൂചനയല്ല നൽകുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തതിൻ്റെക്കാളും 58 പോയിന്റ് താഴെയാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഇന്നലെ അവസാനിച്ചത് 61,354 അവിടെ നിന്നും 80 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 61,274 ഇന്ന് ആരംഭിച്ചത്. ഡേ ഹൈ വന്നിരിക്കുന്ന 61,274 ഡേ 61,024 വന്നത് വഴി 250 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ്, അഥവാ 0.41% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ ഇന്ന് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 61,274 നിന്ന് 81 പോയിന്റിൻ്റെ നഷ്ടത്തോടു കൂടി 61,193 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. അതായത് 61,000 എന്നുള്ള ആ റേഞ്ച് കട്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ മുകളിൽ തന്നെയാണ് സെൻസെക്സ് ഇപ്പോഴും നിൽക്കുന്നത്. ഇന്നലത്തേതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 61,354 നിന്നും 161 പോയിന്റ് നഷ്ടത്തിൽ 61,193 ഇന്ന് സെൻസെക്സ് അവസാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ആരംഭിച്ചത് 11.9 ഡേ ഹൈ 12.25 ഡേ ലോ 11.13 വന്നു. അതുപോലെ ഇന്ന് വൊളാറ്റിലിറ്റി 0.5% കുറഞ്ഞുകൊണ്ട് 11.84 അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇതുപോലെ കുറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം 10ൻ്റെ താഴോട്ട് എത്തുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ചിലപ്പോൾ അത് മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റിൽ ഒരു ഹ്യൂജ് ഫോൾ ആയിരിക്കും നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. കാരണം ഫോൾ വരുമ്പോൾ വിക്സ് പെട്ടെന്ന് കയറിപ്പോവും. അങ്ങനെ ഒരു 20ൻ്റെ അടുത്തേക്കൊക്കെ എത്തുമ്പോൾ ആ ഫോൾ അവസാനിച്ച് വീണ്ടും റിക്കവറി ആയി വരും. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 43,352 നിന്ന് 197 പോയിന്റ് ഗ്യാപ് ഡൗണോട് കൂടി 43,154 ഇന്ന് ആരംഭിച്ചത്. 43,354 ഡേ ഹൈയും 43,078 ഡേ ലോയും വന്നത് വഴി 276 പോയിന്റിന്, അഥവാ 0.64% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 43,154 നിന്ന് 157 പോയിന്റ് ലാഭത്തോടു കൂടി 43,312 ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 43,352
352 നിന്നും 39 പോയിന്റ് നഷ്ടത്തിൽ 43,312 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച് 19,208 നിന്നും 57 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 19,151 മാർക്കറ്റ് ആരംഭിച്ചു. 19,200 ഡേ ഹൈയും 19,091 ഡേ ലോയും വന്നത് വഴി 108 പോയിന്റിന് അഥവാ 0.57% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,151 നിന്നും 30 പോയിന്റ് ലാഭത്തോടു കൂടി 19,182 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 19,208 നിന്നും 26 പോയിന്റ് നഷ്ടത്തിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരേ ഒരു സ്റ്റോക്ക് മാത്രമാണ് 2% കൂടുതൽ മൂവ്മെന്റ് കൊടുത്തിട്ടുള്ള അദാനി എന്റർപ്രൈസസ് 4.47% നഷ്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ 2% ഉള്ളിലുള്ള അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന മൂവ്മെന്റ് മാത്രമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 7,499 കോടിയുടെ ബൈങ്ങും 6,161 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,338 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇന്ന് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5,391 കോടിയുടെ ബൈക്കും 5,975 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 584 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ലാഭം എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 754 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. റിസൾട്ട് നോക്കുകയാണെങ്കിൽ നാളെ മെയ് 4 361 എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആദ്യത്തെ പേര് IIFL അങ്ങനെ എന്തോ ആയിരുന്നു, പിന്നീട് ആ പേര് മാറ്റിയാണ് 361 വാം ലിമിറ്റഡ് എന്നാക്കിയതാണ്. അതിൻ്റെ റിസൾട്ട് നാളെയാണ്. ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ്, ദെൻ ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ്, ബോംബെ ഡൈയിങ്, സീറ്റ് ലിമിറ്റഡ്, ഡാബർ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സീറ്റ് ലിമിറ്റഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ബോംബെ ഡൈയിങ്, ഡാബർ, ഡീനോറ ഇന്ത്യ ലിമിറ്റഡ്, എൻ്റർടൈൻമെൻറ്റ്സ് നെറ്റ്വർക്ക് ഇന്ത്യ ലിമിറ്റഡ്, ഫിലാടെക്സ്, ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് ലിമിറ്റഡ്, HDFC കോർപ്പറേഷൻ ലിമിറ്റഡ് അതിൻ്റെ നാളെയാണ്. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ്റെ നാളെയാണ്. IDFC ലിമിറ്റഡിൻ്റെ നാളെയാണ്. ഐറിസ് ക്ലോത്തിങ്സ്, പഞ്ചാബ് കെമിക്കൽസ് ആൻഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ ലിമിറ്റഡ്, റാന എഞ്ചിൻ വാൾവ് ലിമിറ്റഡ്, റെസ്പോൺസീവ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, രത്തൻ ഇന്ത്യ പഴയ സ്റ്റോക്കായിരുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന രത്തൻ ഇന്ത്യയുടെ റിസൾട്ട് നാളെയാണ്. റുഷിൽ ഡെക്കോർ, സില്ലി മോങ്സ് എൻ്റർടൈൻമെൻറ്റ്സ്, സുന്ദരം ഫാസ്റ്റ്നേഴ്സ് ലിമിറ്റഡ്, TVS മോട്ടോർ കമ്പനി, TVS പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഹീറോ മോട്ടോഴ്സ്, HDFC, പിന്നെ ഇതിനകത്ത് ഡാബർ, സീറ്റ്, ബോംബെ ഡൈയിങ്, 360 വളരെ ഇമ്പോർട്ടൻ്റ്, IIFL അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്, ഞാനത് മറന്നുപോയതാണ്. റീനെയിം ചെയ്തിട്ട് ഇപ്പോൾ പുതിയ പേരിൽ അറിയപ്പെടുന്നതാണ്. ഇത്രയും കമ്പനികളുടേതാണ് നാളെ 4 റിസൾട്ട് വരാൻ വേണ്ടിയിട്ടുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 65 രൂപയുടെ മാത്രം പ്രോഫിറ്റാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഏകദേശം 3-4 ട്രേഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചു, മറ്റത് കുറച്ചെണ്ണം 1-2 ടാർഗറ്റും കിട്ടി. പക്ഷേ അത് പ്രോപ്പർലി റിക്കവറി നടന്നില്ല എന്നുള്ളതാണ് സത്യം. മാർക്കറ്റ് വളരെ റേഞ്ച് ബൗണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ മൊത്തം ഈ മാസം ഞങ്ങൾ 7 ട്രേഡുകൾ എടുത്തത്, മെയ് മാസത്തിൽ 7 ട്രേഡുകൾ എടുത്തതിൽ വഴി 1,945 രൂപയുടെ നഷ്ടത്തിലാണ് ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പ് നിൽക്കുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ ലെവൽസ് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു ഇന്നത്തെ മാർക്കറ്റിൽ. കാരണം മാർക്കറ്റ് ഓപ്പൺ ആയത് യെസ്റ്റർഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ ആയെങ്കിൽ കൂടി മാർക്കറ്റ് അവിടെ നിന്ന് നേരെ നമ്മുടെ സപ്പോർട്ട് 1 18,080 ഇറങ്ങി വന്നു. വീണ്ടും യെസ്റ്റർഡേ ഹൈയിലേക്ക് പോയി. അത് താഴോട്ടും മുകളിലോട്ടും വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ മൂവ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ട്രേഡ് പ്ലാൻ ചെയ്യാനോ എടുക്കാനോ ഇന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും അവസ്ഥ മറിച്ചല്ല. അതായത് ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന 43.92 അല്ലെങ്കിൽ സപ്പോർട്ട് 3 മാർക്കറ്റ് ഇന്ന് ഫസ്റ്റ് സപ്പോർട്ട് എടുത്തത്. ഓപ്പൺ ആയത് കുറച്ച് മുകളിലാണെങ്കിലും അവിടെ നിന്ന് താഴെ പോയി സപ്പോർട്ട് എടുത്തു. നിങ്ങൾക്ക് ലെവൽസ് കണ്ടാൽ അറിയാൻ പറ്റുന്നുണ്ടാവും. ഇതാ നോക്കൂ, അവിടെ നിന്ന് കൃത്യമായിട്ട് താഴെ പോയിട്ട് നമ്മുടെ ആ ലെവലിൽ സപ്പോർട്ട് എടുത്തു. തിരിച്ച് നമ്മുടെ S2 ക്രോസ് ചെയ്തു, അതേപോലെ S1 വന്നു. അവിടെ നിന്ന് വീണ്ടും ഒരു ഫോൾ ഉണ്ടായി. വീണ്ടും S3 തന്നെ പോയി. S2 കട്ട് ചെയ്ത് വീണ്ടും യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് വന്നു. ബ്രേക്ക് ഡൗൺ ലൈൻ ടച്ച് ചെയ്തില്ല, അതിന് മുമ്പേ വീണ്ടും താഴോട്ട് തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു റേഞ്ച് ബൗണ്ടായിട്ട് തീർന്നു എന്ന് തന്നെ പറയാം. മറ്റൊന്നും വിശേഷങ്ങളില്ല. നിഫ്റ്റി ആണെങ്കിലും ഇന്ന് ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന ലെവലിലേക്ക്, അതായത് S2 ഓപ്പണായി
S1 സപ്പോർട്ട് 1 ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് 1 എന്ന് പറയുന്നത് 19,151 ഓപ്പൺ ആയിട്ട് 19,093 പോയി സപ്പോർട്ട് എടുത്തു. തിരിച്ച് വീണ്ടും 19,151 വന്നു. വീണ്ടും താഴോട്ട് ഇറങ്ങിപ്പോയി. വീണ്ടും മുകളിലോട്ട് വന്നു. യെസ്റ്റർഡേ ഹൈയുടെ മുകളിലോട്ട് വന്നു. അവിടെ മാർക്കറ്റ് അപ്പത്തേന് സമയം തീർന്നു, അവസാനിച്ചു. ഇത്രയാണ് ഉണ്ടായത്. ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാനോ എടുക്കാനോ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. അവസാന നിമിഷങ്ങളിലൊക്കെയാണ് ഞങ്ങൾക്ക് ഒരല്പം ട്രേഡ് കിട്ടിയത്. ഇനി ഓൾ ടുഗദർ ട്രേഡ് നമ്മളെ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പരിഗണിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചതുപോലെ അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഒരു ഫർദർ ഫോള് ഞാൻ കാണുന്നില്ല. അതിന് ഒരു സാധ്യതയും ഞാൻ ഇവിടെ കാണുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന നാളെ എൻഗൾഫിംഗ് ആയിട്ട് ഇവിടെ മറ്റൊരു ക്യാൻഡിൽ വരും എന്നാണ്. അതും ഒരു അപ്പ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നാളെ ഒരു ഇതിനെ ഇന്നത്തെ റെഡ് ക്യാൻഡിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ക്യാൻഡിൽ നാളെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടുന്ന് ഫർദർ ഫോളോ, അതായത് 18Kയുടെ താഴോട്ട് പോകും എന്ന യാതൊരു വിധത്തിലുള്ള ധാരണയും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. സോ ഞാനിവിടെ മാർക്കറ്റിനെ ഇപ്പോഴും ബുള്ളിഷായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. സോ ഇന്നത്തെ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്ത് മുകളിലോട്ട് വരുന്ന ഒരു ക്യാൻഡിലാണ് നാളെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് സപ്പോർട്ട് എടുത്ത് കയറിയിരിക്കുന്നുണ്ടല്ലേ, നമ്മൾ ഫുൾ അതായത് ക്രോസ് ചെയ്ത 43,205 ക്രോസ് ചെയ്തിട്ട് മുകളിൽ വന്നു. അവിടുന്ന് അതിനെ റീടെസ്റ്റ് ചെയ്തു. ഇന്ന് അതിൻ്റെ മുകളിൽ ക്ലോസിങ് തന്നു. സോ ഞാൻ പ്രതീക്ഷിക്കുന്നത് നാളെ ഇന്നലത്തെ ക്യാൻഡിലിനെ, അതായത് ഈ ഒരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ ഇന്നത്തെ ക്യാൻഡിലിനെയും ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഒരു ക്യാൻഡിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊരു നെഗറ്റീവ് ആയിരിക്കില്ല, പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ്, ബുള്ളിഷാണ് മാർക്കറ്റ്. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് കയറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇവിടെ ഫിൻ നിഫ്റ്റിയുടെ കേസിലാണെങ്കിലും കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് നാളെ വരിക. അതും ഒരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ വന്നിരിക്കുന്ന 19,160 മുകളിലായിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. പക്ഷേ അത് മിനിഞ്ഞാന്നത്തെ ക്ലോസിങ്ങിനെ കവർ ചെയ്യില്ല. 19,230 മുകളിലേക്ക് ആ ക്യാൻഡിൽ എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ 19,160 230 ഇടയിലായിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാളത്തേക്കുള്ളത് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.